ഇത് പത്രത്തിലുണ്ട്, മനോരമയിലുണ്ട്, മാർച്ച് 10 2 പത്രത്തിലാണ് ഞാൻ കണ്ടത്. പാർട്ടിയോട് ചേർന്ന് പോകണം, പാർട്ടിയെ നേതാക്കന്മാരെയൊക്കെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. സൈബർ ആക്രമണം ആര് നടത്തിയാലും അത് ശരിയല്ല, അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്, അതൊക്കെ പരിശോധിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സജി ചെറിയാൻ്റെ ഉപദേശം എന്നാണ് മനോരമയുടെ കിട്ടി. ഈശ്വരന് സജി ചെറിയാൻ്റെ ഉപദേശം. ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത്, പാർട്ടിക്കകത്താണ് നിൽക്കുന്നത്. അത് തന്നെ സജി ചെറിയാൻ പറയാറില്ല. സജി ചെറിയാൻ മാർക്സിസ്റ്റ് ശൈലിയിൽ, സംഘടനാ ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും കഴിയുന്നില്ല എന്നുള്ളതാണിത്. ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഏതാനും 2 ആഴ്ചക്ക് മുമ്പ് മനോരമയിൽ സജി ചെറിയാൻ പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞ 14 കാര്യങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു മാധ്യമത്തിൽ. പാർട്ടിക്ക് യോജിക്കാതെ അദ്ദേഹം സംസാരിച്ച 14 കാര്യങ്ങൾ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കുകയോ, ഇടയ്ക്ക് കുറച്ചു കാലം മന്ത്രിസഭയിൽ നിന്ന് മാറിയോ അയാളാണ് അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കുന്നത്. മന്ത്രിസഭയിൽ ഞങ്ങൾ 10 വർഷം എഴുതിട്ട് ഞങ്ങളാരും മാറി. അപ്പം ഞാൻ പറയുന്നത്, എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യയശാസ്ത്രബോധമോ അല്ലോ അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല. ഞങ്ങളുടെ 2 പേരെയും പറ്റി നിങ്ങൾ ജനങ്ങളുടെ ഒരു പഠനം നടത്തുക. അതുപോലെ ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബ്രണ്ണൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയായി സംസ്ഥാന സമ്മേളനത്തിൽ SFI സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് AK ബാൽ. അദ്ദേഹം ഇന്നും പറഞ്ഞിരിക്കുന്നു, അത് മനോരമയിലാണ്. അദ്ദേഹത്തിന് എന്ത് കാര്യമാണ് അദ്ദേഹമല്ല ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം 72 കൂടി SFIയുടെ സംസ്ഥാന സമ്മേളനത്തെ കാര്യമൊക്കെ എപ്പോഴും പറയുന്നത്. അന്ന് അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു, കാരണം എന്നെ വിമർശിച്ചതിന് പിന്നെ എന്നെ ഞാൻ വിമർശിക്കത്തില്ലേ? ആലോചിച്ച് നോക്ക്. ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റി ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അതിന് സംസ്ഥാന കമ്മിറ്റി ഒന്ന് മാറ്റി. ആര് മാറ്റി? എടുത്തില്ല എന്ന് പറയണം. ഇങ്ങനെയുള്ള തെറ്റായ വിമർശനം നടത്തിയതുകൊണ്ട് പാർട്ടി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി CH കണ്ണാനോട് വന്നിരുന്നിട്ടാണ് ബാലിനെ എടുക്കുന്നില്ല ആരോ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയില്ലേ, കേന്ദ്ര കമ്മിറ്റി മെമ്പറായില്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായില്ലേ. ഞാൻ ആ പോസ്റ്റിലൊന്നും ഇരുന്നില്ലല്ലോ. അപ്പോൾ ബാലി പറഞ്ഞതും ആലപ്പുഴയിൽ നടക്കുന്ന ഈ വളരെ നികൃഷ്ടവും മ്ലേച്ഛവും മാർക്സിസ്റ്റ് വിരുദ്ധവുമായ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിൻ്റെ ഈ ആക്രമണത്തിനെതിരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഞാൻ മാറിയിട്ടില്ല, ഞാൻ മാറത്തില്ല. അന്നത്തെ പോലെ തന്നെ ഞാനിപ്പോഴും ലളിത ജീവിതം നയിക്കുന്നു. ഞാൻ പൈസയൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയത്തിലൂടെ. അതൊക്കെ പാർട്ടി പഠിപ്പിച്ച് ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് ആ മാറ്റം ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ മാറിയിട്ടില്ല. ബാലൻ മാറിയെന്നാണ് ബാലൻ പറയുന്നത്. ബാലൻ മാറിക്കോ, എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല. ബാലൻ എന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇന്നേ വരെ ഒരു പ്രസ്താവനയിലോ ഒരു കാര്യത്തിലോ ഞാൻ പൊതുവേദിയിൽ ബാലനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഈ സമയത്ത് ഈ നികൃഷ്ടമായ വൃത്തികെട്ട മാർക്സിസ്റ്റ് വിരുദ്ധ സംസ്കാരം കുറച്ച് പേരൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പോസ്റ്റ് ഇടുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ പറ്റുന്നത് എന്തിനാണ്? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.